മഴയത്ത് ചെളിക്കുണ്ട്, വെയിലത്ത് പൊടിക്കാറ്റ്. കൊട്ടിയത്ത് നിന്നും കുണ്ടറയിലേക്കുള്ള റോഡിന്റെ അവസ്ഥ ഇതാണ്. എല്ലാ വർഷവും കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്താറുണ്ടെങ്കിലും ഈ റോഡിന് ദിവസങ്ങൾ മാത്രമേ ആയുസുള്ളൂവെന്ന് നാട്ടുകാർ പറയുന്നു. ഇതുവഴി യാത്ര ചെയ്യുന്നവർ ചുരുങ്ങിയത് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എങ്കിലും എടുത്താൽ നന്നായിരിക്കും. ഗട്ടർ ഒതുക്കി വണ്ടി ഓടിക്കുന്നതിനിടെ അപകടങ്ങളുണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. കൊട്ടിയത്ത് നിന്നും കുണ്ടറയിലേക്ക് പോകാനായി ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡാണിത്. എല്ലാ വർഷവും കൃത്യമായി ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താറുണ്ട്. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം പഴയപടിയാകും. ഇളകി കിടക്കുന്ന മെറ്റൽ ഷീറ്റുകൾ വാഹനങ്ങളുടെ ടയറിൽ തട്ടി തെറിച്ചു വീണ് വഴിയാത്രക്കാർക്ക് വരെ അപകടങ്ങളുണ്ടാകുന്നു. വളരെ മോശം, ഭയങ്കര പോകാൻ വലിയ ബുദ്ധിമുട്ട്. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഈ മറ്റുള്ളവരുടെ ദേഹത്ത് മെറ്റൽ അടിക്കരുത് എന്നൊരു പ്രാർത്ഥനയോടുകൂടി രാവിലെ വണ്ടി എടുക്കേണ്ടിയുള്ള ഒരു അവസ്ഥയാണ്. അപകടം തന്നെയാണ്. എപ്പോഴും ബൈക്കുകളെല്ലാം ഇടത്തൂടെ കയറുന്നുണ്ട്, എല്ലാം ഓവർടേക്ക് എതിലെ പോകണമെന്നില്ല, ആൾക്കാർ തിരിയുന്നില്ല. റോഡിന്റെ അവസ്ഥ വളരെ മോശം, ജീവൻ പണയം വെച്ചുള്ള യാത്ര. ഇതേ പറയാൻ പറ്റും. മഴയാണെങ്കിൽ വലിയ ദുരിതമാണ്. റോഡുകളെല്ലാം മോശമായിട്ട് കുറേയൊക്കെ താങ്ങിയിട്ട് പോകണം. അപ്പോൾ കുറേ ട്രെയിൻ അടിക്കേണ്ടി വരും. കുണ്ടറയിൽ പണി പുരോഗമിക്കുന്ന ടെക്നോ പാർക്ക് ക്യാമ്പസിലേക്ക് ഇതുവഴിയാണ് പോകേണ്ടത്. വിദേശ കമ്പനികളുടെ പ്രതിനിധികളും മറ്റും ഈ റോഡിന്റെ അവസ്ഥ കണ്ടാൽ കേരളത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാനാണ് സാധ്യത. ദേശീയപാത 47 നിന്നും കുണ്ടറ ടെക്നോ പാർക്കിലേക്ക് പോകുന്ന പ്രധാന റോഡാണിത്. ഈ റോഡിന്റെ ദയനീയ അവസ്ഥയാണ് നിങ്ങൾ കണ്ടത്. കുണ്ടറയിൽ നിന്നും അജീം നൂഹിനൊപ്പം മനു ആനന്ദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.